അതെ അറിഞ്ഞ നമ്മളെ ഇരുമ്പ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുരുമ്പായെന്നാ ഞാൻ കേട്ടെ. നീ എന്നെ കണ്ടിരുന്നാ? ഓ വലിയും കുടിയൊക്കെ ഇപ്പൊ നിർത്തിയെന്നാ പറയുന്നത്. ഓ പിന്നെ കോപ്പാണ്. അണ്ണാമൂത്താലും മരം കയറ്റ മറക്കോളിയാ. നീ ഒന്ന് വിളിയളിയവനെ. അടിച്ചിട്ടിരിക്കുമ്പോഴേ ഒരുത്തന്റെ ദുരന്തമൊക്കെ നല്ല സുഖമാണ്. സാധനം ഒറിജിനൽ. ഇത് ചെയ്യാൻ പറ്റിയ പാട് എനിക്ക് അറിയാവൂ. ദീപടിയില്ലേ? അതാണ്. ഹലോ ഹലോ അല്ല ഇരുമ്പേ, നീ വന്നെന്നറിഞ്ഞ് എപ്പോ എത്തിയളിയാ? ഞാൻ രാവിലെ വന്നടാ. നിങ്ങളെവിടെ? സുഖം തന്നെ. ഓ എന്തൊരു സുഖളിയാ. നീ പോയ പിന്നെ ആകെ മൂഡ് ഓഫ് തന്നെ. ഞാനാണ് ഷാജി. നീ വീട്ടിൽ തന്നെ അടയിരിക്കാൻ പുറത്തോട്ട് ഇറങ്ങ്. നമ്മളെ പഴയ സ്ഥലം തന്നെ. അളിയാ ഇരുമ്പേ, നീ അവിടെ മൂടി പോതിച്ചിരിക്കാതെ ഇങ്ങോട്ട് പുറത്തോട്ട് പോടാ. നമുക്ക് ആ പഴയ ഇരുമ്പിനെ ഒക്കെ പുറത്തെടുക്കണ്ടേ? എന്നിട്ട് എന്ത് നേട്ടം ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. നീ എന്ത് തേങ്ങയാളിയായി പറയണത്? ഫിലോസഫി ആണ് ആളിയാ. അല്ല, യാഥാർത്ഥ്യം. എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് നാളുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സത്യം. ഉള്ള കള്ളും കഞ്ചാവും വലിച്ചേറ്റ് എനിക്കെല്ലാം നഷ്ടമായിട്ടല്ലേ ഉള്ളൂ. നാട്ടിനും വീട്ടിനും തീരെ തലവേദനായിരുന്നു എന്നെ. എന്നാ പോലീസുകാർ കൊണ്ടുപോയില്ലേ? അന്നൊരു വല്ലാത്ത പ്രതികാര മനോഭാവമായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷെ ഇന്നങ്ങനെയല്ല. അളിയാ, നിന്നെ ക്യാസ് കൊടുത്ത് അകത്താക്കിയ മാഷാണ്. ആ കിളവരാതിനാണ്ട് പറ്റിക്കണം. പഠിപ്പിച്ച അധ്യാപകനെ എടുത്തല്ലേ എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ച്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് വെറും വട്ടപൂജയല്ലടാ. ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിച്ചാൽ മതി നമ്മൾ എന്തായിരുന്നു എന്നറിയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു അവസരം തരും. അതൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. എനിക്കിന്ന് അതിന് വഴിയൊരുക്കിയത് ആ 2 പോലീസുകാരാണ്. ജയിലിൽ നിന്നും ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി എന്നൊരു മനുഷ്യനാക്കിയതും അവരാണ്. അവിടെ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒരുപാടാണ്. ഞാൻ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച എൻ്റെ കുടുംബജീവിതം ഇന്ന് എൻ്റെ കൈകളിൽ തിരിച്ചു തരുന്നത് ആ 2 പോലീസുകാരാണ്. പക്ഷേ മാക്സിമം അവനകത്തെടുത്തുള്ള വകുപ്പ് നമ്മൾ. അതെ പക്ഷേ അവൻ്റെ പേരിൽ കംപ്ലൈൻറ്റുകളേ ഉള്ളൂ. അത് വേണ്ട. എനിക്ക് എൻ്റെ മകനെ പോലെ തന്നെയാണ് ആരും. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ചെകുത്താനെ എടുത്ത് കളഞ്ഞാൽ അവൻ നന്നാവും. എന്താണ് പറഞ്ഞത്? പറയാം. എൻ്റെ മോൻ്റെ ഒപ്പം ഈ വീട്ടുമുറ്റത്ത് കളിച്ചു വളർന്നവരാണ് അവർ. എൻ്റെ മകനാണ് ഈ അവസ്ഥ വന്നെങ്കിൽ ഞാനെന്ത് ചെയ്യും? അല്ല, നിങ്ങൾ വിചാരിച്ചാൽ അവനൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കാൻ പറ്റില്ലേ? അത് പറ്റും. എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം. ഒരു കുടുംബം രക്ഷപ്പെടില്ലേ? എല്ലാ രക്ഷിതാക്കൾക്കും സ്വന്തം മക്കൾ രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെയാണ് അധ്യാപകർക്കും. ഓരോ കുട്ടികളും സ്വന്തം മക്കളെ പോലെയാണ്. ഓക്കെ. ഇനിയും വയ്യ സാറേ. ഒരിക്കൽ എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയത് അയാളുടെ കൂടെ. അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ അനുഭവിച്ചു. ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിനെ നന്നായിട്ടൊന്ന് വളർത്തണം. ഇയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവും. അന്ന് നിങ്ങൾ അവൻ്റെ കൂടെ ഇറങ്ങി പോണ സമയത്ത് അവൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഇന്ന് ലഹരി എന്ന ചെകുത്താനാണ് അവൻ ഇങ്ങനെ ആക്കിയേക്കുന്നത്. കാര്യങ്ങൾ പറയാൻ എളുപ്പമുള്ളൂ. അവൻ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ എളുപ്പമാണ്. താൻ ആ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അവൻ അമ്മയോടൊപ്പം തന്നെ അച്ഛൻ്റെ സ്നേഹം വേണ്ടേ?
നോക്ക്, ഇന്ന് അവൻ ഒരു പുതിയ മനുഷ്യനായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നിരണ്ടു പോയ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വന്നെന്ന് വിചാരിച്ചാൽ മതി. സാറ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനിയും അവ ആ പഴയ ജീവിതത്തിലോട്ട് പോകില്ല. അത് ഞങ്ങളുടെ ഉറപ്പാണ്. തനിക്കെൻ്റെ പെങ്ങളുടെ അതേ പ്രായമാണ്. അതുകൊണ്ട് പറയുന്നതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്ത് ബാക്കി ഭാവി ജീവിതം കൂടെ ഇല്ലാതാക്കണം. ഞാൻ പോവാം സാറേ, ഞാൻ പോവാം. എൻ്റെ ഭാര്യയും മോനും ഒന്ന് തിരിച്ചു വരും. നീ നേരത്തെ പറഞ്ഞില്ലേ ഇരുമ്പ്, നാളെ ഞാൻ കാരണം എൻ്റെ മകൻ അതുപോലെ ഒരു ഇരുമ്പാവരുത്. എൻ്റെ ആ ഇരുമ്പെന്ന് പറയുന്ന ജീവിതം ഞാൻ പണ്ടേ കുഴിച്ചു മൂടിയതാണ്. നമ്മളെ കണ്ടേ നമ്മളെ കൊച്ചുങ്ങളെ വളരുള്ളൂ. ഇതെൻ്റെ പുതിയ ജീവനും ജീവിതവുമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി ആലോചിച്ച് നോക്കടാ. നമ്മുടെ മക്കളെ ഭാവി നമ്മളെ കൈകളിലല്ലേ. അണ്ടളിയോ ഒന്ന് സമയം കിട്ടണ്ട, ഒന്ന് ആലോചിച്ചോ. പിന്നെ ശരിയടാ, ഞാൻ വിളിച്ചോളാം.